സംസാരിച്ച് ഭക്ഷണ കൊള്ള, അതായത് എയർപോർട്ടിൽ അന്യായമായിട്ട് പണം ഈടാക്കുന്ന, ഭക്ഷണത്തിനൊക്കെ അമിത വില ഈടാക്കുന്ന ഒരു പ്രവണത കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പണക്കാർ മാത്രം അല്ലേ, അവർക്ക് മാത്രം അക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, സാധാരണക്കാർക്ക് എപ്പോഴും ദുരിതമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നിത്യേന യാത്ര ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കൊക്കെ. അപ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഷിക്കൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ഷാജി കോടങ്കത്താണ്. സാർ കേൾക്കാമോ? കേൾക്കാം. വെൽക്കം ടു ദി ഷോ. താങ്കളുടെ പോരാട്ടത്തിന് അഭിനന്ദനം അർപ്പിക്കുന്നു. ആദ്യം തന്നെ ഇത് വലിയൊരു കാര്യമാണ് സാധാരണക്കായ യാത്രക്കാർക്കും, ഒപ്പം തന്നെ എയർപോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് മാന്യമായ രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ആ വില കിട്ടുന്നതിന് ആ ഒരു പോരാട്ടം നയിച്ചതിന് ആദ്യമേ തന്നെ താങ്കൾക്ക് അഭിനന്ദനം. ഒപ്പം ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രധാനമന്ത്രി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ാണ് ഞാനൊരു യാത്രയില് എന്റെ പേഴ്സ് ചെക്കിൻ ലഗേജിൽ പോയപ്പോ എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നേ. അപ്പൊ 100 രൂപയുമായി കൗണ്ടറിൽ ചെന്ന് ഞാൻ ചായക്ക് പൈസ കൊടുത്തപ്പോ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു 100 രൂപയ്ക്ക് ചായ കിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കട്ടൻ ചായ ആയാലും മതി എന്നാണ്. അപ്പൊ 150 രൂപയാണ് കട്ടൻ ചായക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ, അപ്പോഴാണ് ഞാൻ എന്റെ പൈസ ഇല്ല, എനിക്ക് ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥ. ഞാൻ ചോദിച്ചു, ഇവിടെ 100 രൂപയ്ക്ക് ചായ കിട്ടണ വല്ല സ്ഥലം ചോദിച്ചു. കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ, ആ എയർപോർട്ട് തുറന്ന സമയമാണ്. അപ്പൊ അവര് പറഞ്ഞു ഇല്ല, 150 രൂപയാണ് കട്ടൻ ചായക്ക്, 240 രൂപയാണ് കാപ്പി പാലൊഴിച്ച ചായക്ക്. അപ്പൊ തന്നെ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പരാതി പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു ഇവിടെ വലിയ വിലയ്ക്കാണ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത് നടക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വന്ന് ഡൽഹിയിലത്തെ യാത്ര കഴിഞ്ഞ് വന്ന് അപ്പൊ തന്നെ ഞാൻ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അതും ഒരു റെസ്പോൺസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ച് കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അവര് എക്സ്പ്ലനേഷൻ ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ആ ഓഫീസ് ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങൾ ഇനി 10 രൂപയ്ക്ക് ചായയും 15 രൂപയ്ക്ക് കാപ്പിയും 15 രൂപയ്ക്ക് സ്നാക്സും കൊടുക്കാമെന്ന് ഇവർ പ്രോമിസ് ചെയ്തു. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന മുഴുവൻ എയർപോർട്ടുകളിലും അതേ രീതിയിൽ നടത്താൻ വേണ്ടി ഡയറക്ഷൻ പോയി. പക്ഷേ ഇത് കഴിഞ്ഞ് ഈ ഒരു കുറച്ചു കാലം നടന്നു. അപ്പോഴേക്കും കൊറോണയും പരീഡന്റെ സമയം വന്നപ്പോൾ ഇവര് ഈ 250 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിപ്പാർച്ചറിലത്തെ ഇവര് ആ ചായയുടെ ഷോപ്പ് അടച്ചു പൂട്ടി. അവരത് പുറത്തു തുടങ്ങി. അത് കുറച്ചു കാലം കൊണ്ടുപോയി. പിന്നെ അവരുടെ വീണ്ടും സമ്മർദ്ദം വന്നപ്പോൾ അവര് വീണ്ടും അത് അടച്ചു പൂട്ടിയപ്പോൾ ഞാൻ വീണ്ടും പരാതിയായിട്ട് പ്രധാനമന്ത്രിക്ക് കൊടുത്തു. അതിന്റെ വെളിച്ചത്തിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു 50 രൂപയ്ക്ക് ഈ ചായ കൂട്ടിയിട്ടാണ് വിൽക്കണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയോട് പറഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അദാനി അടക്കമുള്ള ആളുകൾ നടത്തുന്ന എയർപോർട്ടുകളിലാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത്. അപ്പൊ അവരാണ് ആ 10 രൂപ ചായയുടെ ആ സ്റ്റോളുകൾ എടുത്ത് മാറ്റിയത്. അപ്പൊ സുപ്രീം കോടതി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും സർക്കാരും ഈ കേസിൽ വേണ്ട വിധത്തിൽ ഇടപെടണം എന്നുള്ള രീതിയിൽ ഒബ്സർവേഷൻ നടത്തിയിട്ട് ആ OP ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ നിരന്തരം പരാതികൾ അയച്ചുകൊണ്ടിരുന്നു. പ്രധാനമന്ത്രിക്ക് അയച്ചു, എയർപോർട്ട് അതോറിറ്റിക്ക് ഇന്ത്യക്ക് അയച്ചു. ഇപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ്, പ്രൈം മിനിസ്റ്ററുടെ മുൻകൈ എടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എയർപോർട്ടുകളിലും ഈ ഉഡാൻ കഫേ തുടങ്ങിയത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ മുഴുവൻ വലിയ കാശുകാരല്ല. പാവപ്പെട്ടവരുണ്ട്, സാധാരണക്കാരുണ്ട്, തൊഴിലന്വേഷിച്ച് പോണവരുണ്ട്, ഇന്റർവ്യൂവിന് പോണവരുണ്ട്, രോഗികളായ ആൾക്കാർ പോകുന്നവരുണ്ട്, കൊല്ലങ്ങളോളം സമ്പാദിച്ച തുച്ഛമായ പൈസ ഉപയോഗിച്ച് ടൂറ് യാത്രകൾ പോകുന്നവരുണ്ട്. ഇവർക്കൊക്കെ 250 രൂപ ചായയും 250, 500 രൂപ വരെ മസാല ദോശ ഒന്നും കഴിക്കാനുള്ള ഇതില്ല. തന്നെയല്ല, ഈ എയർപോർട്ടുകളിൽ ഭയങ്കരമായ തണുപ്പാണ്. അപ്പൊ ഏത് മനുഷ്യനും ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് 1 കോടി പാസഞ്ചേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന ഈ നെടുമ്പാശ്ശേരി പോലെയുള്ള എയർപോർട്ടില് 25 ലക്ഷം ആൾക്കാരെ ചായ കുടിക്കുന്നു തോന്നിയാൽ തന്നെ കോടിക്കണക്കിന് രൂപ ബിസിനസ് നടത്തുകയാണ്. ഇതൊരു വലിയ ലോബിയിങ് ആണ് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എയർപോർട്ടുകളൊക്കെ പബ്ലിക് ഫണ്ടാണ്, മെജോറിറ്റി പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന എയർപോർട്ടാണ്. അപ്പൊ പൊതുജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന എയർപോർട്ടിൽ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് പ്രാപ്തമായ രീതിയിലുള്ള കഫേകൾ ഉണ്ടാവണം. ബ്രാൻഡഡ് ഐറ്റംസ് അവർക്ക് ഉണ്ടാവാം. ആ കാശുള്ളവനും ബ്രാൻഡഡ് കഴിക്കുന്ന ആഗ്രഹമുള്ളവരും അങ്ങനെയുള്ള ചായക്കടയിൽ പോയി ചായ കുടിച്ചോട്ടെ. പക്ഷെ പാവപ്പെട്ടവനെ ഏതൊരു വികസനം, മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഏത് വികസനം ഭാരതത്തിൽ കൊണ്ടുവരുമ്പോൾ പാവപ്പെട്ടവനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വികസനം നടത്താൻ. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ഒരു ദിവസത്തെ വരുമാനമെങ്കിലും മനസ്സിൽ കണ്ടിട്ട് വേണം ഇങ്ങനെയുള്ള ഈ എയർപോർട്ടുകളിലെ കഫേകൾ നടത്താൻ. അതുകൊണ്ട് ഇപ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റ് മുൻകൈ എടുത്ത് നടത്തുന്ന ഇത് വലിയ ശ്ലാഘനീയമാണ്. വളരെയധികം നമുക്ക് സെൻട്രൽ ഗവൺമെന്റിനോട് നന്ദിയുണ്ട്.
ഇതിൻ്റെ പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ഒരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇത് എന്താ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ എയർപോർട്ടിലും വലിയ ലോബിയാണ്. 240 രൂപയ്ക്ക് ചായ വിൽക്കണവന് എന്താ ലാഭം? അതുപോലെ തന്നെ 250 രൂപയ്ക്ക് സ്നാക്സ് കൊടുക്കുന്നവനും വലിയ ലാഭമല്ലേ? 150 രൂപയ്ക്ക് കട്ടൻ ചായ കൊടുക്കുന്നവനും. അപ്പൊ എല്ലാ എയർപോർട്ടിലും ഇതുപോലത്തെ വലിയ ലോബി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന എയർപോർട്ടുകളിൽ സാധാരണക്കാരന് പ്രാപ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്കുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അത് ഒരു സംശയമില്ല, അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. വളരെ വ്യക്തമാണ്. താങ്കളുടെ ശ്രമങ്ങൾക്ക് വളരെയധികം നന്ദി.